ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ BJP പ്രധാനമായി മുൻപോട്ട് വെക്കുന്ന അവരുടെ മുദ്രാവാക്യങ്ങളൊന്ന് തങ്ങൾ പറഞ്ഞത് നടപ്പാക്കിയിട്ടുണ്ട്. തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന സർക്കാരും പാർട്ടിയുമാണ്. അതിനവർ ഉദാഹരണമായി പറയുന്നതിൽ ഒന്ന് അയോധ്യയിലെ രാമക്ഷേത്രവും മറ്റൊന്ന് 370 വകുപ്പ് എടുത്തു കളഞ്ഞതുമാണ്. എന്നാൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞത് പ്രത്യേകം ഒരു മുദ്രാവാക്യം ആക്കി മാറ്റാനാണ് BJPയുടെ ഇപ്പോഴത്തെ നീക്കം. അതായത് പണ്ടുകാലം മുതൽ ജനസംഘം വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളയുന്നവർക്കുള്ളതാണ് തങ്ങളുടെ വോട്ട് എന്ന്. കാരണം 370 വകുപ്പ് എടുത്തു കളഞ്ഞാൽ ഈ രാജ്യം കത്തുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ് BJP ഒഴിച്ച് ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. എന്നാൽ ആ വകുപ്പ് എടുത്തു കളഞ്ഞ് അവിടെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ആക്കി മാറ്റുന്നതിൽ മോദി സർക്കാർ വിജയിച്ചു. അതുകൊണ്ട് 370 വകുപ്പും കാശ്മീരും ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറും. ഒപ്പം തന്നെ ശ്രീരാമ ക്ഷേത്രം ഉയർന്നത്, വികസന കാര്യങ്ങൾ, ഇനി ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഗ്ദാനമായിരിക്കും ഇനി അവരുടെ അജണ്ടയിൽ പ്രധാന സ്ഥാനം പിടിക്കുന്നത്. മധുരയും കാശിയും ആ പ്രകടന പത്രികയിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ 370 എന്ന ആ സംഖ്യ അത് BJPക്ക് നേടുക എന്നുള്ളത് അത്ര സിമ്പിളായ കാര്യമല്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വ്യക്തിപ്രഭാവവും ഇല്ല BJPയുടെ ഒരു സ്ട്രെങ്തും RSSൻ്റെ ഒരു സ്ട്രെങ്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഈസിയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത്ര ഈസി അല്ല കാര്യങ്ങൾ. ഇപ്പോൾ BJPക്ക് ഉള്ള സീറ്റ് 303 ആ സീറ്റ് മുഴുവനും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് നിലനിർത്താൻ കഴിയില്ല. സ്വാഭാവികമാണത്. കാരണം ഈ 303 MPമാരും നരേന്ദ്രമോദിമാരല്ല, അമിത്ഷായുമല്ല. കാരണം ഈ MPമാരുടെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 303 MPമാരുടെ ആ നമ്പർ അടുത്ത തവണ നിലനിർത്തുക പ്രയാസകരമാണ്. കാരണം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത MPമാർ ഉണ്ട്. ഇല്ലെങ്കിൽ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചില സാമുദായിക ധ്രുവീകരണങ്ങളോ ഇല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് ലഭിച്ച ആ സീറ്റ് സ്ഥിരമായി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അതിൽ അല്പം കുറവ് ഉണ്ടാകും. എങ്ങനെ പോയാലും BJP ഇനി അധികമായി നേടേണ്ടത് 80 തൊട്ട് 100 സീറ്റുകൾ വരെയാണ്. പക്ഷേ BJP ഒരു പടി കൂടി കടന്ന് അത് 160 സീറ്റാക്കി ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ അവർ 2ാം സ്ഥാനത്തെത്തിയതും നേരിയ വ്യത്യാസം തോറ്റുപോതുമായ രാജ്യത്തെ 160 സീറ്റുകൾ അവർ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ആ സീറ്റുകൾ ലക്ഷ്യം ഇട്ടാണ് BJP ആദ്യം നീങ്ങി തുടങ്ങിയത്. അതായത് അവർക്ക് പരമ്പരാഗതമായി ജയിച്ചു കയറുന്ന സീറ്റ് കൂടാതെ അവർ പരാജയപ്പെട്ട 2ാം സ്ഥാനത്തെത്തിയ 160 സീറ്റുകൾ, അതിൽ നമ്മുടെ കേരളത്തിലെ ചില സീറ്റുകളും ഉൾപ്പെടുന്നു. അങ്ങനെ 370 എന്നുള്ള ഒരു നമ്പറിലേക്ക് എത്തുക അല്പം പ്രയാസകരമായ കാര്യമാണ്. അതിലേക്ക് എത്താനുള്ള ശ്രമമാണ് BJP. അത് അവർക്ക് സാധ്യമാകുമോ എന്നുള്ളിടത്താണ് നമ്മുടെ രാജ്യത്തെ വിവിധ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ കഴിഞ്ഞ കുറേ കാലമായി ചർച്ചകൾ നടത്തി വന്നത്. ആ ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അവലോകനമാണ് നമ്മളിവിടെ നടത്തുന്നത്. പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ പറയുന്നു ഇത്തവണ BJP തമിഴ്നാട്ടിൽ, തെലുങ്കാനയിൽ, ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും വലിയ നേട്ടം ഉണ്ടാക്കും എന്നാണ് പ്രശാന്ത് കിഷോർ അടക്കമുള്ള അനവധി രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും പറയുന്നത്. BJP പ്രതീക്ഷ പുലർത്തുന്നത് മഹാരാഷ്ട്രയിലും ബീഹാറിലും കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അതായത് UPയിൽ അവർക്ക് ഒരു 74-75 സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 12 സീറ്റിൻ്റെ വ്യത്യാസം അവിടെ തന്നെ ഉണ്ടാകും. മഹാരാഷ്ട്രയിലെ സീറ്റ് ബഹുഭൂരിപക്ഷം നേടിയേ മതിയാകും. ബീഹാറിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു നില മെച്ചപ്പെടുത്തണം. അവർക്ക് ബോണസായി പിന്നെ ലഭിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. 18 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 20 22 ആയാൽ 4 സീറ്റ് അവിടുന്ന് അധികമായി എത്തും. തമിഴ്നാട്ടിൽ 2 സീറ്റ് കിട്ടിയാൽ പോലും അത് ബോണസാണ്. പിന്നെ ഉള്ളത് തെലുങ്കാനയാണ്. 4 സീറ്റ് നിലവിലുണ്ട്. അത് 8 ആക്കി ഉയർത്താനോ 7 ആക്കി ഉയർത്താനോ കഴിഞ്ഞാൽ അതും ഒരു നേട്ടമാണ്. ഒപ്പം തന്നെ കർണാടകയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും തൂത്തുവാരിയേ മതിയാകൂ. അങ്ങനെ ഒരു വലിയ പ്ലാനിംഗ് ആണ്. അതായത് BJP ലക്ഷ്യമിടുന്ന 80 to 100, ഇല്ലെങ്കിൽ അവർ പറയുന്നത് 160 സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് അതിൽ ഒരു 80 സീറ്റെങ്കിലും ജയിച്ചേ മതിയാകൂ. ആ 80 സീറ്റുകൾ ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു. എല്ലാ MPമാരും ജയിക്കണമെന്ന് നിർബന്ധമില്ല. കയ്യിലിരിപ്പ് മോശമായ MPമാർ തോൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ 80 to 100 സീറ്റുകൾ അവർക്ക് അധികമായി നേടിയാൽ മാത്രമേ ഈ 370 സീറ്റിലേക്ക് അവർ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചില പുതിയ പാർട്ടികളെ കൂടി മുന്നണിയിൽ എത്തിച്ചുകൊണ്ടൊരു നീക്കമായിരിക്കും ഈ BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കാശ്മീരിൽ ബദ്ധവൈരികളായ ചില പാർട്ടികൾ കൂടി NDA മുന്നണിയിൽ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. ഇനി ഈ 370 സീറ്റിനപ്പുറം BJP പറയുന്ന മറ്റൊരു കാര്യമുണ്ട്.
NDA സഖ്യത്തിന് 400+ എന്നാണ് പറയുന്നത്. അതവർക്ക് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഖ്യയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം NDAയിലേക്ക് അനവധി പാർട്ടികളെത്തും, ഇല്ലെങ്കിൽ അവർ എത്തിക്കും. അതിൽ കാശ്മീരിൽ നിന്നുള്ള പാർട്ടി ഉണ്ടാകും, ഒറീസയിൽ നിന്നുണ്ടാകും, ആന്ധ്രയിൽ നിന്നുണ്ടാകും. അങ്ങനെ ഇതുവരെ BJPയോട് ഐത്തം പാലിച്ച് മാറി നിന്ന പലരുമുണ്ടാകും, BJPയോട് സൗഹൃദം പാലിച്ചു നിന്ന പലരുമുണ്ടാകും. അതുകൊണ്ട് തന്നെ 400+ എന്നുള്ളൊരു സംഖ്യ അവരെ സംബന്ധിച്ച് ഈസിയാണ്. പക്ഷേ BJP തനിച്ച് 370 എന്നുള്ള സംഖ്യയാണ് അവരെ അല്പം ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഏതായാലും വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിലായാലും ഒപ്പം തന്നെ മാധ്യമങ്ങൾ നടത്തിയ അനാലിസിസിലായാലും ഒക്കെ തെളിഞ്ഞു കാണുന്നത് പ്രയാസകരമാണ്. എങ്കിലും ഹാർഡ് വർക്കിൻ്റെ ഫലമായി ഒരുപക്ഷെ 370 എത്തിയേക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇതുവരെ നടന്ന സർവേയിലൊന്നും 370 എന്നൊരു സംഖ്യയ്ക്ക് അടുത്തെത്തിയിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകരുടെ ആ നിരീക്ഷണത്തിലും അത് എത്തിയിട്ടില്ല. അവർ പറയുന്നത് പശ്ചിമ ബംഗാളിൽ വലിയ നേട്ടം BJPക്ക് കൊയ്യാൻ കഴിഞ്ഞാൽ അത് BJPയുടെ ആകെയുള്ള സീറ്റ് നിലയിൽ വലിയ വ്യത്യാസം വരുത്തും. ഒപ്പം തന്നെ തെലങ്കാനയിലും തമിഴ്നാട്ടിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് BJPയുടെ 370 എന്നുള്ള സ്വപ്നത്തിന് മുൻപോട്ട് പോകാനുള്ള പ്രധാന ചില തടസ്സങ്ങളും ആ തടസ്സത്തെ മറികടക്കാനുള്ള അവരുടെ നീക്കങ്ങളും. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കേരളത്തിൽ 3 തവണ എത്തുന്നു. 2 തവണ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, നാളെ 1 തവണ കൂടി എത്തുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകൾ അവർക്ക് നിർണായകമാണ്. ഉത്തരേന്ത്യയിലുള്ള സീറ്റുകൾ പോകാതെ നോക്കുകയും ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകൾ കൂടുതലായി നേടുകയും ചെയ്താൽ അവരുടെ ഈ ലക്ഷ്യം 370 എന്നുള്ള ലക്ഷ്യം സിമ്പിളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനാണ് ന്യൂസിനെ വളർത്തുന്നത്. പോയിൻ്റ്. നന്ദി, നമസ്കാരം.